അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പഠനം. പുത്തൻ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കരുത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുമാ ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖത്വബ യഖൂൽ അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വ ഖൈറൽ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വ കുല്ല ബിദ്അത്തിൻ ളലാല. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു: തീർച്ചയായും വർത്തമാനങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്നു. നേർവഴിയിൽ ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വഴിയാകുന്നു. കാര്യങ്ങളിൽ മോശമായത് പുതിയതായി ഉണ്ടാക്കിയവയാകുന്നു. എല്ലാ പുതിയതായി ഉണ്ടാക്കിയവയും വഴികേടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്തുബയിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ സൂചിപ്പിക്കുന്നത്. ഏറ്റവും നല്ല സംസാരം, ഏറ്റവും നല്ല വർത്തമാനം, ഏറ്റവും നല്ല ആശയം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഏറ്റവും ശരിയായ വഴി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന നേർമാർഗമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദ്യം പറയുന്നത്. ഏറ്റവും വിശുദ്ധമായ ഗ്രന്ഥം, വിശുദ്ധമായ വഴി, അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും പ്രവാചകൻ്റെ വഴിയുമാണ് എന്ന് പറഞ്ഞ ശേഷം കാര്യങ്ങളിൽ മോശമായത് പുതിയതായി ഉണ്ടാക്കിയവയാണ്, എല്ലാ ബിദ്അത്തും വഴികേടാണ് എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്. പുതിയതായി ഉണ്ടാക്കിയ കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിലോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വചനങ്ങളിലോ ഇല്ലാത്ത പുത്തൻ കാര്യങ്ങളാണ്. ഇന്ന് ഏതൊരു മനുഷ്യനും ഏതാണ് ദീനിലുള്ളത്, ഏതാണ് പുത്തൻ കാര്യമെന്ന് മനസ്സിലാക്കാൻ സ്വന്തം കയ്യിലെ മൊബൈലും ഇൻ്റർനെറ്റും മാത്രം മതി. കൃത്യമായി സെർച്ച് ചെയ്ത് ദീനിലുള്ള കാര്യം ഇല്ലാത്ത കാര്യമൊക്കെ മനസ്സിലാക്കാൻ വഴിയുള്ള ആധുനിക സംവിധാനങ്ങളുള്ള കാലത്ത് ഏതെങ്കിലും കാര്യങ്ങളുടെ പിറകെ ഒരിക്കലും ഒരു വിശ്വാസി പോവരുത്. അത് ദീനിലുള്ളതാണോ ഇല്ലേ എന്ന് ഉറപ്പിക്കണം. അതിന് വ്യത്യസ്ത വഴികളുണ്ട്. പണ്ഡിതന്മാരോട് ചോദിക്കാം. ഫത്വകൾ നമുക്ക് ഗൂഗിളിൽ ലഭ്യമാണ്, പുസ്തകങ്ങൾ ലഭ്യമാണ്. സ്വയം സെർച്ച് ചെയ്തും കണ്ടെത്താം. ദീനിലുള്ളതാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങളുടെ പിറകെ മാത്രമേ പോകാവൂ. അല്ലാത്തവ നമ്മെ എത്തിക്കുക വഴികേടിലാക്കാണ് എന്ന് കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആരെല്ലാമോ എന്തെല്ലാമോ ചെയ്യുന്നു പറയുന്നു എന്നതല്ല തെളിവ്. ഖുർആനിലുണ്ടോ പ്രവാചകൻ്റെ തിരുചര്യയിലുണ്ടോ എന്നത് മാത്രമാണ് തെളിവ്. ഖുർആനിലുണ്ടെങ്കിൽ, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാതൃക കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരെതിർത്താലും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തണം. മറിച്ചാണെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളെ ഒക്കെ മാറ്റിവെച്ച്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിവെച്ച് ദീനിലില്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കാൻ കഴിയണം. ഇത്രകാലം ചെയ്തതാണ്, എനിക്കത് ശീലമാണ് എന്നൊന്നും പിന്നീട് പറയാനോ ചിന്തിക്കാനോ ഇടവരരുത്. അത് ദീനിലില്ല, അത് പുത്തൻ കാര്യമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യത്തോടുകൂടി അത്തരം കാര്യങ്ങളെ ഒഴിവാക്കാനും സാധ്യമാകണം. പരിശുദ്ധ ദീനിൽ ഉള്ളത് തന്നെ പ്രവർത്തിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും. അതിന് ആവശ്യമായ എല്ലാം ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഇബാദത്തുകളെയും പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സൽക്കർമ്മങ്ങളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവ തന്നെ ജീവിതത്തിൽ പുലർത്തുക എന്നത് മതി നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ. അല്ലാതെ പുതിയ കാര്യങ്ങളുടെ പിറകെ പോകേണ്ടതില്ല. ബിദ്അത്തുകളെ ഒരിക്കലും ഉൾക്കൊള്ളാനോ അതിനെ അംഗീകരിക്കാനോ പിന്തുടരാനോ പാടില്ല. പുതിയ കാര്യങ്ങളെ പുതിയതാണെന്ന് മനസ്സിലാക്കി യഥാർത്ഥ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.